സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗർഭപാത്രത്തിനോ അണ്ടാശയത്തിനോ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അത് മെയിൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അവരുടെ പീരീഡ്സിലായിരിക്കും. ഫസ്റ്റ് സൈൻ പീരീഡ്സിലുള്ള എന്തെങ്കിലും ചേഞ്ച് ആയിരിക്കും, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു നോർമൽ പീരീഡ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു 5 ക്രൈറ്റീരിയ ഉണ്ട് നമുക്കൊരു നോർമൽ പീരീഡ്സ് എന്ന് പറയാനായിട്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് വരുന്ന കാലാവധി. നമുക്കൊരു 28 ദിവസം കൂടുമ്പോഴാണ് നമ്മുടെ ഒരു നോർമൽ പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരാഴ്ച മുന്നോട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച പുറകോട്ടോ ആയാലും വലിയ ഇഷ്യൂ ഇല്ല. അതായത് 21 ദിവസം മുതൽ 35 ദിവസത്തിനകത്തുള്ള സൈക്കിൾ എന്ന് പറയുന്നത് ഒരു നോർമൽ സൈക്കിളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പീരീഡ്സിന്റെ ബ്ലീഡിങ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു 2 ദിവസമെങ്കിലും മിനിമം വേണം, പക്ഷെ 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാനും പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ പീരീഡ്സിന്റെ സമയത്തും എന്തുമാത്രം ബ്ലഡ് നഷ്ടപ്പെടുന്നു ശരീരത്തിൽ നിന്നുള്ളതാണ്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വോളിയം മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഒരു 20 ml മുതൽ ഒരു 80 ml 20 to 80 ml വരെ ബ്ലീഡിങ് പോകുന്നത് ഒരു നോർമൽ സൈക്കിളിന്റെ ലക്ഷണമാണ്. പക്ഷെ പാഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കൂടുമ്പോൾ ഒരു 3 മുതൽ 4 പാഡ് വരെ മാറ്റുന്നത് ഒരു നോർമൽ ബ്ലീഡിങ് ആണ്. 4 പാഡിൽ കൂടുതൽ വരുന്നത് അബ്ഡോമൽ ആണ്. അതുപോലെ 2 പാഡിന്റെ ബ്ലീഡിങ് എങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അതും നോർമൽ അല്ല. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് പീരീഡിന്റെ സമയത്തുള്ള വയറുവേദന, നടുവേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ. യൂഷ്വലി ഒരു നോർമൽ സൈക്കിളിന് ഇത് പീരീഡ്സ് തുടങ്ങുന്നതിന്റെ തലേദിവസമോ അല്ലെങ്കിൽ ആ ദിവസമോ കാണും. പക്ഷെ 1-2 ദിവസം സഹിക്കാൻ പറ്റുന്ന വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ബ്ലീഡിങ് നന്നായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറിക്കോളും. അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്ങിന്റെ എല്ലാ ദിവസവും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വയറുവേദന നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നോർമൽ സൈക്കിളിന്റെ ലക്ഷണമല്ല. അഞ്ചാമത്തതും ഏറ്റവും അവസാനത്തതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലോട്ട്സ് ആയിട്ട് ബ്ലഡ് പോകുന്നുണ്ട്, അതായത് കഷ്ണങ്ങളായിട്ട് ബ്ലഡ് ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ കാര്യമല്ല. നമുക്ക് നോർമൽ സൈക്കിളിൽ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ള വെള്ളം പോലെയുള്ള ബ്ലഡ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത്. ക്ലോട്ട്സ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിന്റെ അളവ് കൂടുതലാണ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ പീരീഡ്സ് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്. ഈ ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും ഈ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് എത്രയും നേരത്തെ ചികിത്സ എടുക്കുക.